നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കൊടും ക്രൂരതയിൽ നടുങ്ങി നാട്. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവ് അറസ്റ്റിൽ. പീഡനത്തിനിരയായാണ് ഗർഭിണിയായതെന്ന് യുവതി മൊഴി നൽകി. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവാവാണ് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവതിയുടെ മാതാപിതാക്കൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ 8 മണിയോടെയാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ നടു റോഡിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആൺകുഞ്ഞിന്റെ മൃതദേഹം. നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. ഇത് എപ്പോഴാണ് കണ്ടത്? 8:20 എന്താണ് കണ്ടത്? എന്തായിരുന്നു? റോഡിൽ കിടക്കുന്നുണ്ട് കുഞ്ഞും കവറും കൂടെ. നിങ്ങൾ പോലീസിൽ അതൊന്നും അറിയില്ല, അതൊന്നും കണ്ടില്ല. ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പിന്നാലെ പുറത്തുവന്നു. 21 ഫ്ളാറ്റുകളുള്ള സമുച്ചയത്തിൽ 3 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. മറ്റു ഫ്ളാറ്റുകളിൽ ഗർഭിണികൾ ഉണ്ടായിരുന്നതായി വിവരമില്ലെന്ന് പ്രദേശത്തെ ആശാവർക്കർ പറഞ്ഞു. എന്നാൽ കുട്ടിയെ പൊതിഞ്ഞിരുന്ന ആമസോൺ പാഴ്സൽ കവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് പ്രതിയിലേക്ക്. പെൺകുട്ടിയും മാതാപിതാക്കളും താമസിക്കുന്ന ഫ്ളാറ്റിലെ ശുചിമുറിയിൽ നിന്ന് രക്തക്കറയും പോലീസ് കണ്ടെത്തി. കുഞ്ഞ് തന്റേതെന്ന് യുവതി സമ്മതിച്ചു. പീഡനത്തിനിരയായതായും യുവതി പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ യുവതിയുടെ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. അക്യൂസ്ഡ് കൺഫസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളാണ്. നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. 24 കൊച്ചി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപ്പെടുത്തിയ ശേഷമാണ് മൃതദേഹം ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ചാപിള്ളയാണോ വലിച്ചെറിഞ്ഞത് എന്ന് സംശയം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വ്യക്തതയായിരിക്കുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ്? അനുജ, അല്പസമയം മുമ്പ് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച ശേഷമാണ് ഔദ്യോഗികമായി പോലീസിന് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പുറത്തേക്ക് എറിഞ്ഞത് എന്നുള്ള വിവരം ഡോക്ടർമാർ പ്രാഥമികമായി കൈമാറിയിരിക്കുന്നത്. അതായത് കുട്ടിയുടെ കൊലപാതകം ഉറപ്പിച്ച ശേഷമാണ് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് കുട്ടിയെ വലിച്ചെറിയുന്നത്. ഇതോടുകൂടി ആ പ്രതിക്കെതിരായിട്ട് ചുമത്തിയിരിക്കുന്ന കൊലപാതക കുറ്റം പോലീസിന് ഉറപ്പിക്കാനാകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഏതായാലും കൊലപാതകം നടത്തിയ ശേഷം കരുതിക്കൂട്ടി തന്നെ കുട്ടിയുടെ മൃതദേഹം പ്ലാസ്റ്റിക് കവറിലാക്കി പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വിവരം തന്നെയാണ് ഡോക്ടർമാർ പ്രാഥമിക വിവരമായി അല്പസമയം മുമ്പ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഫ്ളാറ്റിൽ നിന്ന് യുവതി പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. താൻ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകാനാണ് ഡ്രൈവർ യദുവിന്റെ നീക്കം. ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ സംഭവം ഡ്രൈവർ യദുവിൽ നിന്ന് തനിക്കുമുണ്ടായെന്ന് സിനിമാ നടി റോഷ്ന ആൻഡ് റോയ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്കറിയില്ലെന്നാണ് കണ്ടക്ടർ സുബിൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് നൽകിയ മൊഴി. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്നും അറിയില്ല. താൻ പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ കാര്യങ്ങൾ അറിഞ്ഞതെന്നും മൊഴിയിൽ പറയുന്നു. അതിനിടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, തെളിവുകൾ അട്ടിമറിച്ചു, അതിക്രമിച്ച് ബസ്സിൽ കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകാനാണ് യദുവിന്റെ തീരുമാനം. കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശപ്രകാരമോ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മേയർക്കുണ്ടായതിന് സമാനമായ അനുഭവം തനിക്കുമുണ്ടായെന്ന് സിനിമാതാരം റോഷ്ന ആൻഡ് റോയ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അപകടകരമാം വിധം വാഹനത്തെ മറികടന്ന ഡ്രൈവർ പിന്നീട് ബസ് നിർത്തി ഇറങ്ങി വന്ന ശേഷം
ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തു എന്നും റോഷ്ന ആൻഡ്രോയി ആരോപിച്ചു. ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. എന്നിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. KSRTC ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം, അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം. സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സച്ചിൻ ദേവ് MLA വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇടുക്കി ചിന്നക്കനാലിൽ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മരണം 3 പരുക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സ്ത്രീയും മരിച്ചു. അപകടത്തിൽ മാതാവും 4 വയസ്സുകാരിയും നേരത്തെ മരിച്ചിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. അമ്മയും മകളും മറ്റൊരു സ്ത്രീയുമാണ് ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെടുകയായിരുന്നു. ടാങ്ക് കുടി എന്ന് പറയുന്ന സമീപത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 വയസ്സുകാരിയായ അമയ മരിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഈ അമയയുടെ മാതാവ് അഞ്ജലിയെയും അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി അഞ്ജലി, അമയയുടെ മാതാവ്, മരിച്ചു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തേനി മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഇപ്പോൾ 3ാമത്തെ സ്ത്രീയും മരിച്ചിരിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. ടൈം ന്യൂസിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിന് വിരാമമിട്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കൊപ്പം വൻ റോഡ് ഷോയോടെയാണ് പത്രിക സമർപ്പിച്ചത്. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ പത്രിക നൽകി. രാഹുലിനെ പരിഹസിച്ച് BJPയും വിമർശിച്ച് LDFും രംഗത്തെത്തി. ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2004 മുതൽ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കും. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം വൻ റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത്. അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാഹുൽ 2 സീറ്റുകളിലും ജയിച്ചാൽ ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞങ്ങൾക്ക് രണ്ടും, വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടെന്ന CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായ ആനി രാജ കുറ്റപ്പെടുത്തി. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. കേരളത്തിന് ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇന്നും തുടരും. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് രാത്രികാല താപനില മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 12 ദിവസത്തിൽ 10 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. പാലക്കാട് ഇന്ന് സാധാരണയേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് 4.7 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴയിൽ 4.8 ഡിഗ്രി സെൽഷ്യസും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി.
കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം എയർപോർട്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളം, കോട്ടയം എന്നിവിടങ്ങളിലും 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പും തുടരും. 12 ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ അതിജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ KECB തീരുമാനിച്ചു. പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് KECBയുടെ വിലയിരുത്തൽ. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡുണ്ടായി. ഇന്നലെ ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ്. 92.1 ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത്. പീക്ക് സമയ ആവശ്യകത 5797 മെഗാവാട്ട് എത്തി റെക്കോർഡിട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപയോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു. ഇന്നലെ സംസ്ഥാനത്തെ പലയിടത്തും പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പ്രാദേശിക നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് ബോർഡിന്റെ തീരുമാനം. ഇതിനായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. വൻകിട വ്യവസായശാലകൾക്കുള്ള രാത്രികാല നിയന്ത്രണം ഉടൻ തുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിനും നിയന്ത്രണമുണ്ടാകും. പീക്ക് സമയമായ വൈകിട്ട് 6 മുതൽ രാത്രി 12 മണിവരെ പമ്പിംഗ് നടത്തരുതെന്ന് വാട്ടർ അതോറിറ്റിയോട് KECB നിർദ്ദേശിക്കും. വൈദ്യുതി പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ വേനൽമഴ ലഭിച്ചു തുടങ്ങുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ് ബോർഡിന്റെ പ്രതീക്ഷ. 2027 ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൊടും ചൂടിൽ 497 കറവ പശുക്കൾ ചത്തു. കൊല്ലം ജില്ലയിലാണ് 15 പശുക്കൾ ചത്തത്. പ്രതിദിന പാൽ ഉത്പാദനം 6.5 ലക്ഷം കുറഞ്ഞു. നഷ്ടപരിഹാരം ഉടനെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയത്ത് തുറസായ സ്ഥലത്ത് പശുക്കളെ മേയാൻ വിടരുതെന്നാണ് നിർദ്ദേശം. ഡ്രൈവിംഗ് പരിഷ്കരണത്തിലെ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. സർക്കാരിന് ആശ്വാസം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധം തുടരുമെന്ന് CITU നിലപാട് വ്യക്തമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഉൾപ്പെടെ നൽകിയ 4 ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇതോടെ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് വഴിയൊരുങ്ങി. വകുപ്പ് കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചു. ആളുകൾ എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ കഞ്ഞിയും പയറും വെച്ചായിരുന്നു പ്രതിഷേധം. സർക്കുലർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്ന് CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ആവർത്തിച്ചു. 24 തിരുവനന്തപുരം. അപമര്യാദയായി പെരുമാറിയെന്ന നടി റോഷ്ന ആൻഡ് റോയിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച KSRTC ഡ്രൈവർ യദു. ഇത്രയും ദിവസമില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പുതിയ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നടി റോഷ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കണ്ടക്ടർ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. കണ്ടക്ടർ മുൻസീറ്റിലാണിരുന്നതെന്നും യദു പറഞ്ഞു. ഒന്നാമത് എൻ്റെ ഓർമ്മയിലില്ല. ഒന്നാമത്തെ കേസ് അതുപോലെ ആ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. ഗ്രൂപ്പിലൊക്കെ വന്ന് ഫോട്ടോ ബസ് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടേക്കണായിട്ടാണ് കാണുന്നത്.
ബസ് നടു റോഡിൽ ഇട്ടിട്ട് റോക്കി ബായി പോലെ വന്നെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം എനിക്ക് അറിയത്തില്ല. അവർ ഇനിയിപ്പോൾ ഓരോ കേസുകൾ ഇനിയിപ്പോൾ ഓരോ കേസുകൾ വരെയില്ലേ. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഇത്രയും ദിവസം, അന്ന് കേസ് കൊടുത്ത 30-ാം തീയതി അല്ലേ, 30-ാം തീയതി ഇന്ന് 3 അപ്പോൾ ഈ കേസ് കൊടുക്കുന്ന ഒപ്പിടണമെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ഒരു അലിഗേഷൻ വരുന്നത്. ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരണവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്നും ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ആനന്ദബോസ് പറഞ്ഞു. സ്ത്രീക്ക് നേരെ ഗവർണർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. രാജ്ഭവനിൽ ഇന്നലെ എത്തിയ സ്ത്രീയെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷിന്റെ ആരോപണം. വിഷയത്തിൽ ആനന്ദബോസ് പ്രതികരണവുമായി രംഗത്തെത്തി. ബംഗാളിൽ ഞാൻ ചാർജ് എടുത്തപ്പോൾ ഇതൊരു പൂമത്തയല്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. ഏതായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു രീതിയിലും തലകുനിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. തന്റെ സർക്കാരാണ് ബംഗാളിൽ ഉള്ളതെന്നും സർക്കാരിനെ നേരായ ദിശയിൽ നയിക്കുകയാണ് ഉത്തരവാദിത്തമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോരും ഉടലെടുത്തു. മമതാ ബാനർജി സർക്കാർ എല്ലാത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് BJP നേതാവ് അഗ്നിമിത്ര പോൾ വിമർശിച്ചു. ആരോപണത്തിന് പിന്നാലെ ഗവർണർ രാജ്ഭവൻ പരിസരത്ത് പോലീസിന്റെ പ്രവേശനം നിരോധിച്ചു. 24 ഡൽഹി. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ നോക്കാം. JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമ കേസ്. പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി ഒരു യുവതി കൂടി രംഗത്ത്. മാജിസ്ട്രേറ്റ് മുൻപാകെ മൊഴി രേഖപ്പെടുത്തി. 24 ഇംപാക്ട്. പത്തനംതിട്ട ലാഹയിൽ വീട് നഷ്ടപ്പെട്ട ആദിവാസി കുടുംബത്തിന് കൈത്താങ്ങ്. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 5 പുതിയ രേഖകൾ ഹാജരാക്കി മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളെന്ന് വാദം. IPL പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. എതിരാളികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡയിൽ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.